ടു സാലം ലേണിംഗ്. അബീമിസ് ആണ് മക്കളെ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടിപൊളിയായിട്ട് ഒരു ചലഞ്ചാണ് ചെയ്യാൻ പോകുന്നത്. ചലഞ്ച് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, പക്ഷേ അതാ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഈ ക്വസ്റ്റ്യൻസിന് എത്ര എണ്ണം നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റി എന്നുള്ളത് താഴെ നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ സ്റ്റാർട്ട് ചെയ്താലോ. സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് വേർഡ്സ് ആണ്, അല്ലെങ്കിൽ എന്താണ് ജസ്റ്റ് കറക്റ്റ് ആൻസർ ആണ്. മിസ് തരുന്ന ഓരോ വേർഡിൽ ഈ ഓപ്ഷനാണ് കറക്റ്റ് ആയിട്ടുള്ളത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിൽ നിങ്ങൾക്ക് എത്ര എണ്ണം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റി, അല്ലെ എത്ര എണ്ണം കറക്റ്റ് ആക്കാൻ പറ്റി എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ സമയം കളയാതെ തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്യാൻ യു പാസ് ദിസ് ടെസ്റ്റ്? അപ്പോൾ ഈ ടെസ്റ്റ് എത്ര പേർക്ക് പാസ് ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ എത്ര പേർക്ക് ഇത് അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റിയെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ചൂസ് ദ കറക്റ്റ് ടേം. അപ്പോൾ ഇതിനുള്ള കറക്റ്റ് ടേം ഇതിൽ ഏതാണെന്ന് ചൂസ് ചെയ്യുക അല്ലേ. ക്വസ്റ്റ്യൻ എന്താണ്? എ ഗ്രൂപ്പ് ഓഫ് ഫ്ലവേഴ്സ് ആർ കോൾഡ്. അതായത് ഫ്ലവേഴ്സിന്റെ ഒരു ഗ്രൂപ്പിനെ നമ്മൾ എന്താണ് പറയുന്നത്? ഓപ്ഷൻസിൽ എന്തൊക്കെയുണ്ട്? ഹേർഡ് ഉണ്ട്, പ്രൈഡ് ഉണ്ട്, പാക്ക് ഉണ്ട്, ബഞ്ച് ഉണ്ട്. അപ്പൊ നമ്മളൊരു കൂട്ടം ഫ്ലവേഴ്സിനെ എ പാക്ക് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറയൂ? ഇല്ല അല്ലേ. നമ്മൾ എന്താ പറയുക? യെസ്, ഏതാണ് ഓപ്ഷൻ എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാലോചിക്കുക. എന്നിട്ട് ഈ മിസ് ആൻസർ പറയുമ്പോൾ അത് തന്നെയായിരുന്നു നിങ്ങളുടെ മനസ്സിലെന്നുള്ളത് നിങ്ങൾ തനിയെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ നമ്മൾ ഫ്ലവേഴ്സിനെ എങ്ങനെയാ പറയുക? എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് പറയുക. ഒരു കൂട്ടം ഫ്ലവേഴ്സിനെ എന്താ പറയുക? ഏത് ടൈമാണ് യൂസ് ചെയ്യുക? എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്നാണ് നമ്മൾ യൂസ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ജസ്റ്റ് എ കറക്റ്റ് ടേം. ദി സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ഈസ് കോൾഡ്. ഇൻസെക്റ്റിനെ പറ്റിയിട്ടുള്ള സ്റ്റഡി, അല്ലെ ഇൻസെക്ട്സിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിക്ക് നമ്മൾ എന്താണ് പറയുന്നത്? ബയോളജി എന്നാണോ, എത്തിമോളജി എന്നാണോ, ഓർണിത്തോളജി എന്നാണോ, എൻറ്റമോളജി എന്നാണോ? എന്താണ് നമ്മൾ പറയുന്നത്? യെസ്, ഓപ്ഷൻ ഡി, എൻറ്റമോളജി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? എൻറ്റമോളജി ആണ് സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം അല്ലേ. എ ഗ്രൂപ്പ് ഓഫ് വൂൾസ് ഈസ് കോൾഡ്. നമ്മൾ നേരത്തെ ഫ്ലവേഴ്സിനെ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഒരു കൂട്ടം വൂൾസിനെ, ചെന്നായ്ക്കളെ നമ്മൾ എന്ത് പേരാണ് പറയുന്നത്? ഹേർഡ് ആണോ, പ്രൈഡ് ആണോ, പാക്ക് ആണോ, സ്വാം ആണോ? ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ? യെസ്, ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ്. എ പാക്ക് ഓഫ് വൂൾസ് എന്നാണ് പറയുക. സ്വാം ഓഫ് ബീസ് എന്ന് നമ്മൾ പറയും, അതുപോലെ എ പാക്ക് ഓഫ് വൂൾസ് ആണ് പറയുക. അപ്പോൾ ഓപ്ഷൻ സി ആണ് എന്ത് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേടാ. ദി സ്റ്റഡി ഓഫ് ദി സ്ട്രക്ചർ ഓഫ് ദി ബോഡി ആൻഡ് ഇറ്റ്സ് ഓർഗൻസ്. ബോഡിയുടെ സ്ട്രക്ചറിനെയും ഓർഗൻസിനെയും പറ്റിയിട്ടൊക്കെയുള്ള സ്റ്റഡിക്ക് നമ്മൾ എന്ത് ടേമാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ഓപ്ഷൻസിൽ ഫിസിയോളജി ഉണ്ട്, അനാറ്റമി ഉണ്ട്, എൻഡോക്രൈനോളജി ഉണ്ട്, ഡെർമറ്റോളജി ഉണ്ട്. അപ്പോൾ നമ്മുടെ ഓർഗൻസിനെയും അല്ലെങ്കിൽ നമ്മുടെ ആന്തരിക ശരീരത്തിനെ പറ്റിയിട്ട് സ്ട്രക്ചർ, ബോഡിയുടെ സ്ട്രക്ചറിനെയും ഓർഗൻസിനെയും പറ്റിയിട്ടുള്ള സ്റ്റഡിക്ക് നമ്മൾ എന്താ പറയുന്നത്? യെസ്, നമുക്കറിയാം, അനാറ്റമി. എന്താണ് പറയുന്നത്? അനാറ്റമി എന്നാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, സോ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. വാട്ട് ഡസ് ഡിലിജന്റ് മീൻ? ഡിലിജന്റ് എന്നൊരു വാക്കിന് എന്താണ് അർത്ഥം എന്നാണ് അല്ലേ. ഓപ്ഷൻസിൽ കെയർലെസ് ഉണ്ട്, നെഗ്ലിജന്റ് ഉണ്ട്, ഹാർഡ് വർക്കിംഗ് ഉണ്ട്, ലേസി ഉണ്ട്. ഡിലിജന്റ് എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം എന്താ മക്കളെ? ഡിലിജന്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ആക്റ്റീവ് ആയിട്ടുള്ള, ഭയങ്കര ഹാപ്പി ആയിട്ട്, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ ഡിലിജന്റ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ ഇതാണ് കറക്റ്റ് ഓപ്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി, ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ളവരെയാണ് നമ്മൾ ഡിലിജന്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അതും കഴിഞ്ഞു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? എ ഗവൺമെന്റ് റൂൾഡ് ബൈ എ കിങ് ഓർ ക്യൂൻ ഈസ് കോൾഡ്. ഒരു രാജ്യം രാജാവോ രാജ്ഞിയോ ഭരിക്കുന്ന ഒരു രാജ്യത്തിന് എന്ത് പേരാണ് പറയുന്നത്? മൊണാർക്കി, അനാർക്കി, ഡെമോക്രസി, അരിസ്റ്റോക്രസി. എന്താണ് പറയുന്നത്? യെസ്, രാജാവും അല്ലെ രാജഭരണം അല്ലെങ്കിൽ റാണിമാര് ഭരിക്കുന്നതിനെ നമ്മൾ മൊണാർക്കി എന്നാണ് പറയുക അല്ലെ. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ടു എക്സ്പ്ലെയിൻ സംതിങ് ഓർ മേക്ക് സംതിങ് ക്ലിയർ. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മൾ അതിനെ വിവരിച്ച് പറയുന്നു, അതിന് എന്ത് ടേമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? കൺഫ്യൂസ് ആണോ, ബാബിൾ ആണോ, എലിസിഡേറ്റ് ആണോ, മിസ്റ്റിഫൈ ആണോ? ഓപ്ഷൻ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? യെസ്, നമുക്കറിയാം ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഇതാണ്, ഓപ്ഷൻ സി, എലിസിഡേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ വിവരിച്ച് പറയുന്ന, അല്ലെ വിവരിച്ച് എഴുതുക എന്നൊക്കെ പറയുന്നത് എന്താണ്? എലിസിഡേറ്റ് ആണ്. അപ്പോൾ ഇതിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ടു മേക്ക് അമെൻസ് ഫോർ റോങ് ഡൂയിങ്. നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് അതിന് നമ്മൾ പ്രായശ്ചിത്തം ചെയ്യുന്നതിന് എന്ത് ടേമാണ് യൂസ് ചെയ്യുന്നത്? പാർഡൻ ആണോ, ആറ്റൻ ആണോ, എക്സ്ക്യൂസ് ആണോ, കൺഫെഷൻ ആണോ?
എന്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? യെസ്, നമുക്കറിയാം അറ്റോൺ. ഓപ്ഷൻ ബി ആണ് ഇതിലെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, പ്രായശ്ചിത്തം ചെയ്യുക എന്നൊക്കെയുള്ള അർത്ഥം എന്താണ്? ഓപ്ഷൻ ബി ആണ്. അപ്പോൾ ഇത്രയും നമ്മളിതാ കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്തു. അപ്പോൾ ഇതിൽ എത്ര എണ്ണം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അതുപോലെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ക്വസ്റ്റിൻ്റെ ആൻസർ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ചെയ്യാം കേട്ടോ. ദ സ്റ്റഡി ഓഫ് ലിവിങ് ഓർഗാനിസം ഇസ് കോൾഡ്. ലിവിങ് ഓർഗാനിസത്തിനെ പറ്റിയിട്ടുള്ള സ്റ്റഡിക്ക് എന്താണ് പറയുന്നത്? ജിയോളജി ആണോ, ബോട്ടണി ആണോ, ആസ്ട്രോണമി ആണോ, ബയോളജി ആണോ? ഓർഗാനിസങ്ങളെ പറ്റിയിട്ടുള്ള, ജീവികളെ പറ്റിയിട്ടുള്ള പഠനത്തിന് എന്ത് പേരാണ് പറയുന്നത് എന്നുള്ളതും നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ നമ്മുടെ കമന്റ് ബോക്സിൽ ആൻസർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ചലഞ്ച് പാസ് ആവാൻ പറ്റുമോ എന്ന് അറിയാനായിട്ട് ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.